നമ്മളൊരു ആർക്കിടെക്റ്റ് ബെസ്റ്റ് ആണോ അല്ലേ എന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം? ഞാൻ അതിന് പറയാനുള്ള ഉദാഹരണം എന്താ വെച്ചാൽ, ഒരു ആർക്കിടെക്റ്റ് എടുത്ത പ്രൊജക്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ക്ലൈൻറ്റ് ഹാപ്പി ക്ലൈൻറ്റ്സ് ആണ് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഷെയർ ചെയ്തൊരു കിടിലൻ വർക്കാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ആണ്, ഒരു ഡെൻ്റൽ ക്ലിനിക്കാണ്. പക്ഷെ ഒരു ഡെൻ്റൽ ക്ലിനിക്കിലൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ആരും ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ക്ലൈൻറ്റ് ഷെയറിനെ എത്തുമ്പോൾ ഷെയർ അവർക്കൊരു കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക ചെയ്തത്. അതായത് കൂടുതൽ ക്ലൈൻറ്റ് വിദേശികളാണ്. അപ്പോൾ അവർക്ക് പൊതുവേ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് താല്പര്യം. അപ്പോൾ ആ ഒരു ടച്ചാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ അവർ കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അട്ടൊന്ന് വിട്ടുപോകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ലോഞ്ചിലും അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് കൊടുക്കും. ലോഞ്ചിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലൊക്കെ പ്രീമിയം കൊടുന്നെങ്കിൽ അതിൻ്റെ തൂണിലും അതിൻ്റെ സീലിങ്ങിലൊക്കെ ആ ട്രഡീഷണൽ ലെവൽ തന്നെ പോയി. പിന്നീട് അങ്ങോട്ട് അവർ പക്ക ഒരു അടിപൊളി കോൺസെപ്റ്റാണ് കൊടുത്തത്. നമുക്കറിയാം, ഒരു ക്ലിനിക്ക് എന്ന്